രാജ്യത്ത് നടുക്കിയ വിമാനാപകടം വിലയിരുത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഹമ്മദാബാദിലെത്തി സ്ഥിതിഗതികൾ അദ്ദേഹം നിരീക്ഷിച്ചു. സിവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നവരെ പ്രധാനമന്ത്രി സന്ദർശിച്ചു, അവരുമായി നേരിട്ട് സംവദിച്ചു. അതിനുശേഷം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. ജിഷ്ണുവിലേക്ക് പോകുന്നു. ജിഷ്ണു, സാഹചര്യങ്ങൾ വിലയിരുത്തിയതിനു ശേഷമാണ് പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം പുരോഗമിക്കുന്നത്. എന്തെല്ലാം കാര്യങ്ങളിന്മേലായിരിക്കും ഇനി നിലവിലൊരു തീരുമാനത്തിലേക്ക് എത്തുക? പ്രധാനമായും നമുക്കറിയാം, അടിയന്തര സാഹചര്യം വിലയിരുത്തുക, അതോടൊപ്പം തന്നെ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ കാര്യങ്ങളിലായിരിക്കാം ഒരുപക്ഷേ ഈ യോഗം വിലയിരുത്തലും തീരുമാനങ്ങളും എടുക്കുക? എത്തുകയും ഒപ്പം അപകടം നടന്ന സ്ഥലം സന്ദർശിക്കുകയും കൂടാതെ ആശുപത്രിയിൽ ഈ പരിക്കേറ്റവർ ചികിത്സയിൽ കഴിയുന്ന ആശുപത്രിയിൽ സന്ദർശിച്ച് ഈ പരിക്കേറ്റവരെ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നൽകിയിട്ടുള്ളത്. അല്പസമയങ്ങൾക്ക് മുൻപാണ് അദ്ദേഹം ഡൽഹിയിലേക്ക് മടങ്ങുന്നതിന് മുൻപ് വിമാനത്താവളത്തിൽ വെച്ച് തന്നെ അദ്ദേഹം ഉന്നതതല യോഗം ചേർന്നുകൊണ്ട്, അതായത് ആഭ്യന്തരമന്ത്രി അമിത്ഷായും കൂടാതെ വ്യോമയാന മന്ത്രിയും ഗുജറാത്ത് മുഖ്യമന്ത്രിയും അഹമ്മദാബാദിലുണ്ടായിരുന്നു. കൂടാതെ ഉന്നത ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു. അവരുമായി യോഗം ചേർന്നുകൊണ്ട് നിലവിലെ സ്ഥിതിഗതികൾ പ്രധാനമന്ത്രി വിലയിരുത്തിയിട്ടുണ്ട്. വളരെ കൃത്യമായി ഇത്തരത്തിലൊരു ദുരന്തം നടന്നയുടൻ തന്നെ സംഭവ സ്ഥലത്തേക്ക് എത്തുകയും സംഭവ സ്ഥലം നേരിട്ട് സന്ദർശിച്ച് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തി സന്ദർശിക്കുകയും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെയ്തിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കണം എന്ന നിർദ്ദേശമാണ് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് നൽകിയിട്ടുള്ളത്. അതിനനുസൃതമായിട്ടുള്ള ക്രമീകരണങ്ങൾ ആശുപത്രിയിൽ പുരോഗമിക്കുകയാണ്. 60-ലധികം പേർ പരിക്കേറ്റ് നിലവിൽ സിവിൽ ആശുപത്രിയിൽ, ഈ അപകടം നടന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ് സിവിൽ ആശുപത്രി ഉള്ളത്. അവിടെ 60-ലധികം ആളുകൾ ചികിത്സയിലുണ്ട്. 20-ലധികം പേരുടെ നില അതീവ ഗുരുതരമാണ്. മരണസംഖ്യയുമായി ബന്ധപ്പെട്ട ഒരു ഔദ്യോഗിക സ്ഥിരീകരണം ഈ സമയം വരെ ആശുപത്രി അധികൃതരോ അല്ലെങ്കിൽ മറ്റ് ഭരണാധികാരികളോ നൽകിയിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം ലഭിച്ചിട്ടുള്ള മൃതദേഹങ്ങൾ പലതും തിരിച്ചറിയാൻ സാധിക്കാത്ത തരത്തിലും ശരീരഭാഗങ്ങൾ വേറിട്ട നിലയിലുമാണ്. DNA പരിശോധനയും പൂർത്തിയാക്കി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹങ്ങൾ വിട്ടു നൽകുന്ന മുറയ്ക്കായിരിക്കും മരണസംഖ്യ സംബന്ധിച്ചൊരു ഔദ്യോഗിക സ്ഥിരീകരണം ഉണ്ടാവുക. എങ്കിൽ പോലും അനൗദ്യോഗികമായി നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രകാരം 290ഓളം മരണം സംഭവിച്ചിട്ടുണ്ട്. ഈ മൃതദേഹങ്ങൾ വിട്ടു നൽകുന്ന നടപടികളിലേക്ക് ആശുപത്രി കടക്കുകയാണ്. അവിടെ ഈ സിവിൽ ആശുപത്രിയുടെ മോർച്ചറിക്ക് മുൻപിൽ പ്രത്യേക കൗണ്ടർ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ എത്തി ഇത്തരത്തിൽ വിശദാംശങ്ങൾ നൽകുന്ന ബ്ലഡ് റിലേഷനിലുള്ള ആളുകൾക്ക് ഈ മൃതദേഹങ്ങൾ വിട്ട് നൽകുകയാണ്. കൂടാതെ പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുന്ന ആ 2 കാര്യങ്ങളാണ്. അതായത് ഒന്ന്, അപകടവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. മറ്റൊന്ന്, പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കുകയും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ വിട്ടു നൽകുകയും. ഈ 2 കാര്യങ്ങളാണ് ഗുജറാത്തിൽ അഹമ്മദാബാദിൽ നടന്നിട്ടുള്ള വിമാനാപകടവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഏറ്റവും ദ്രുതഗതിയിൽ നടക്കുന്നത്. അപകടം നടന്ന ആദ്യഘട്ടത്തിൽ രക്ഷാദൗത്യത്തിനും അപകടം നടന്നിട്ടുള്ള മേഖലയിൽ ആരെങ്കിലും ജീവനോടെ ഉണ്ടെങ്കിൽ, ആരെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരെ ഉടനടി ആശുപത്രിയിൽ എത്തിക്കാനും അവരുടെ ജീവൻ രക്ഷിക്കാനുമായിരുന്നു ആദ്യ മണിക്കൂറുകളിൽ പ്രാധാന്യം നൽകിയതെങ്കിൽ ഇപ്പോൾ പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനും മരിച്ചവരുടെ മൃതദേഹം വിട്ടു നൽകാനും ഈ അപകടത്തിൻ്റെ കാരണം കണ്ടെത്താനുള്ള അന്വേഷണം അതിശക്തമായി മുൻപോട്ട് കൊണ്ടുപോകാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. NSG സംഘം മേഖലയിൽ പരിശോധന പൂർത്തിയാക്കി മടങ്ങിയിട്ടുണ്ട്. ഇന്ന് പുലർച്ചെ മുതൽ ഏകദേശം 5 മണിക്കൂർ നീണ്ടുന്ന പരിശോധനയാണ് ഫോറൻസിക് വിഭാഗം ഈ അപകട സ്ഥലത്ത് നടത്തിയിട്ടുള്ളത്. കൂടാതെ ബോംബ് സ്ക്വാഡും മറ്റ് വിവിധ ഏജൻസികളും പരിശോധന നടത്തിയിട്ടുണ്ട്. വ്യോമയാന മന്ത്രാലയത്തിൻ്റെ ഭാഗത്തുനിന്ന് വിദഗ്ധ സംഘവും കൂടാതെ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയും വിശദമായിട്ടുള്ള പരിശോധന ഈ മേഖലയിൽ നടത്തിയിരിക്കുകയാണ്. എന്താണ് ഇത്തരത്തിലൊരു അപകടത്തിന് കാരണം എന്നുള്ളതാണ് ഈ അന്വേഷണത്തിൽ പരിശോധിക്കുന്നത്. നേരത്തെ ഈ ദേശീയ ദുരന്ത നിവാരണ സേന ഇപ്പോഴും അകത്ത് പരിശോധന നടക്കുകയാണ്. അവിടെ നിന്നുള്ള ആംബുലൻസുകളാണ് ഈ പുറത്തേക്ക് പോകുന്നത്. അവിടെ ഇപ്പോഴും ഈ വിമാനത്തിൻ്റെയും ഒപ്പം കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് കൃത്യമായിട്ടുള്ള പരിശോധന, അവസാനഘട്ട പരിശോധന നടത്താൻ ഈ NDRFന്, ദേശീയ ദുരന്ത നിവാരണ സേനയോട് ഈ നിർദ്ദേശം നൽകിയിരുന്നു. അവിടെ നിന്ന് പരിശോധിച്ചതിൽ നിന്ന് ലഭിക്കുന്ന ശരീര ഭാഗങ്ങൾ ഈ ആംബുലൻസുകളിൽ പുറത്തേക്ക് കൊണ്ടുപോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഒരു പ്രതികരണം അവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. ഈ ഒരു രക്ഷാദൗത്യം പൂർത്തിയായി കഴിഞ്ഞാൽ ഈ രക്ഷാദൗത്യത്തിന് നേതൃത്വം നൽകിയിട്ടുള്ള ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു ഔദ്യോഗിക പ്രതികരണം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഒപ്പം മരണസംഖ്യ സംബന്ധിച്ചും പരിക്കേറ്റ ആളുകളുടെ ആരോഗ്യനില സംബന്ധിച്ചുമെല്ലാം ഔദ്യോഗികമായിട്ടുള്ളൊരു വാർത്താക്കുറിപ്പോ അല്ലെങ്കിൽ വിശദാംശങ്ങളോ അധികൃതരുടെ ഭാഗത്ത്
ഭാഗത്തുനിന്ന് ഉടൻ ഉണ്ടാകും എന്നാണ് കരുതുന്നത്. ഏതായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവ സ്ഥലവും ആശുപത്രിയും സന്ദർശിച്ച് മടങ്ങിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയോടുകൂടി തന്നെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ അഹമ്മദാബാദിലേക്ക് എത്തിക്കൊണ്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുകയും ഈ അപകടം നടന്ന സ്ഥലവും ഒപ്പം ആശുപത്രിയും സഞ്ചരിച്ചിരുന്നു. അത്തരത്തിലൊരു അപകടമുണ്ടായ ഉടൻ രാജ്യത്തിൻ്റെ നടുക്കിയിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഓരോരുത്തർക്കും വേദന ഉണ്ടാകുന്ന തരത്തിൽ 300ഓളം ജീവനുകൾ നഷ്ടമാകുന്ന തരത്തിലുണ്ടായിട്ടുള്ള വിമാന അപകടത്തിൽ സർക്കാരിന് അല്ലെങ്കിൽ ഏജൻസികൾക്ക് രക്ഷാദൗത്യ സംഘത്തിന് മനുഷ്യസാധ്യമായിട്ടുള്ള എല്ലാ ഇടപെടലുകളും ദൗത്യവും നടത്തി എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഇവിടെ നിന്ന് പറയാൻ സാധിക്കുന്നത്. ഇന്നലെ അർദ്ധരാത്രി മുതൽ നമ്മളിത് നേരിട്ട് കാണുമ്പോഴും ഒപ്പം ഈ അപകടം നടന്നയുടൻ ഇവിടേക്ക് ഓടിയെത്തിയിട്ടുള്ള ദൃക്സാക്ഷികളുടെ മൊഴികളിൽ നിന്നും നമുക്ക് അത്തരത്തിൽ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കേണ്ടത്. ഒപ്പം ഈ അപകടം എങ്ങനെ ഉണ്ടായി എന്ന് സംബന്ധിച്ചുമുള്ള കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുകയാണ്. കാരണം ബോയിങ് വിമാനമാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത്. അത് എന്ത് പിഴവാണ് അല്ലെങ്കിൽ അത് യന്ത്ര തകരാറ്, ആ വിമാനത്തിൻ്റെ ഏതെങ്കിലും തകരാറാണോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും സാഹചര്യമാണോ ഈ ഒരു അപകടത്തിലേക്ക് വഴിവെച്ചത് എന്ന് സംബന്ധിച്ച് വിശദമായ അന്വേഷണമാണ് ഇനി മുൻപോട്ട് കൊണ്ടുപോകുന്നത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ നേതൃത്വത്തിൽ ഉന്നത സമിതി, വിദഗ്ധ സമിതിയുണ്ട്. ഒപ്പം ഈ ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ, ഈ 2 അന്വേഷണങ്ങളും മുൻപോട്ട് പോവുകയാണ്. രോഹിണി. അതെ ജിഷ്ണു, അതോടൊപ്പം നമുക്കറിയാം കേന്ദ്ര വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. DGCA പ്രത്യേക പാനൽ രൂപീകരിച്ചിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിനായി. അതോടൊപ്പം തന്നെ US, ബ്രിട്ടീഷ് ഏജൻസികളും അന്വേഷണത്തിന് ഭാരതവുമായി സഹകരിക്കുന്നുണ്ടല്ലോ. ഇതൊരു സംയുക്ത അന്വേഷണം തന്നെയാകുമോ? ഏത് രീതിയിലുള്ള അന്വേഷണമാണ് നിലവിൽ പുരോഗമിക്കുന്നത്? നേരത്തെ ജിഷ്ണു തന്നെ സൂചിപ്പിക്കുകയുണ്ടായി, യാതൊരു തരത്തിലുള്ള അട്ടിമറി സാധ്യതയുമില്ല എന്നുള്ള നിഗമനത്തിലേക്ക് കൂടി കേന്ദ്ര സർക്കാർ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഈ അന്വേഷണങ്ങളൊക്കെ പ്രധാനമായും എന്ത് ലക്ഷ്യം വെച്ചായിരിക്കും എന്നാണ് കരുതേണ്ടത്? രോഹിണി, 2 കാര്യങ്ങളാണ്. അതായത് എങ്ങനെ അപകടം സംഭവിച്ചു, ഒപ്പം ഇത്തരം അന്വേഷണ റിപ്പോർട്ടുകളെല്ലാം ചെന്നെത്തുന്നത് ഇനി മുൻപോട്ട് സുരക്ഷാ ക്രമീകരണങ്ങൾ എത്രത്തോളം മാറ്റങ്ങൾ വരുത്തണം, എന്തെല്ലാം അതിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവരണം, അത്തരത്തിലുള്ള വിശദമാക്കുന്ന റിപ്പോർട്ടായിരിക്കും ഈ വ്യോമയാന മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതി നൽകുക എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് ഇന്നോ നാളെയോ എന്നതല്ല, കുറച്ച് കാലതാമസം എടുത്തുകൊണ്ടായിരിക്കും ആ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ഉണ്ടാവുക. അവർ വ്യക്തമാക്കുകയും അന്വേഷിക്കുകയും ചെയ്യുക ഈ വിമാനം ടേക്ക് ഓഫ് ചെയ്യുന്ന സമയം മുതൽ ആ റൺവേയിലും ഒപ്പം ഗ്രൗണ്ട് സ്റ്റാഫും നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, എത്രത്തോളം സുരക്ഷാ ക്രമീകരണങ്ങൾ, ആ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് പാലിച്ചിട്ടുള്ളത്, ഒപ്പം വിമാനത്തെക്കുറിച്ചുള്ള അന്വേഷണം ഉണ്ടാകും. ഇത്തരം വിശദമായൊരു അന്വേഷണമായിരിക്കും വ്യോമയാന മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സമിതി നടത്തുക. അതിൻ്റെ റിപ്പോർട്ട് നൽകും. അതിൻ്റെ അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങളിൽ പരിഷ്കാരങ്ങൾ ആവശ്യമെങ്കിൽ അത് നടത്തുകയും ചെയ്യും. ഏതായാലും വളരെ കൃത്യമായിട്ടുള്ള അന്വേഷണം വിവിധ വിഭാഗങ്ങളിലായും വിവിധ ഭാഗങ്ങളിലായും വിവിധ ശൈലിയിൽ നടക്കുകയാണ്. അതിൽ ഈ കൃത്യമായിട്ടുള്ള അന്വേഷണം നടക്കുന്നു. അത് വ്യോമയാന മന്ത്രാലയത്തിൻ്റെ വിദഗ്ധ സംഘവും ഒപ്പം എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയുമാണ് അന്വേഷണം നടക്കുന്നത്. ഇപ്പോൾ മേഖലയിൽ പരിശോധന നടത്തിയിട്ടുള്ള സംഘങ്ങൾ മുൻപോട്ട് ഇവിടെ നിന്ന് തിരിച്ച് പോവുകയാണ്. ഇപ്പോൾ ആ ദൃശ്യങ്ങൾ കാണാം. അവിടെ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ഈ മാറ്റുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. കുറച്ച് സമയങ്ങളിൽ ആ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയും അവിടെ ഫോറൻസിക് വിഭാഗം പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഇപ്പോൾ പരിശോധനകൾ അവസാനിച്ച ഘട്ടത്തിൽ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ അവിടെ നിന്ന് മാറ്റുകയാണ്. അതിൻ്റെ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. അതിന് JCB ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ, യന്ത്രങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട്. ഇനി പൂർണ്ണമായും, അതായത് നേരത്തെ നമ്മൾ കണ്ട ആംബുലൻസ് എന്നുള്ളത് ദേശീയ ദുരന്ത നിവാരണ സേന അവസാന ഘട്ടത്തിൽ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ പരിശോധന നടത്തിയിരുന്നു. അവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള ശരീരഭാഗങ്ങളാകാം ചിലപ്പോൾ ആംബുലൻസിൽ പുറത്തേക്ക് പോയത്. അത്തരത്തിൽ ആ പരിശോധന അവസാനിപ്പിച്ചുകൊണ്ട് വിമാനങ്ങളുടെയും ഒപ്പം ആ കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ പൂർണ്ണമായും ഈ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ്. അതായത് സംഭവ സ്ഥലത്ത് നിന്ന് വിമാനത്തിൻ്റെയും ആ കെട്ടിടത്തിൻ്റെയും എല്ലാം ആ പ്രവർത്തികൾ, ഭാഗങ്ങളെല്ലാം തന്നെ പൂർണ്ണമായും മാറ്റുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കൃത്യമായി കാണാൻ സാധിക്കും. എയർ ഇന്ത്യ വിമാനത്തിൻ്റെ ഭാഗങ്ങൾ, ആ കെട്ടിടത്തിൻ്റെ മുകളിലേക്ക് വീണിട്ടുള്ള ഭാഗങ്ങളിൽ എടുത്തു മാറ്റുന്നതിനുള്ള പരിശോധനയാണ് നടത്തുന്നത്. അതിനുവേണ്ടി ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന സേനയും രംഗത്തുണ്ട്. ഈ ബുൾഡോസറും JCBയും ഉൾപ്പെടെയുള്ള യന്ത്രങ്ങളും ആ സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചിട്ടുണ്ട്. ഉന്നത ഉദ്യോഗസ്ഥരും അധികാരികളും ആ മേഖലയിലേക്ക് എത്തുന്നു. അത്തരത്തിൽ വളരെ കൃത്യമായിട്ടുള്ള നടപടികൾ ഘട്ടം ഘട്ടമായി പുരോഗമിച്ചു. ഏറ്റവും ഒടുവിൽ ഈ സംഭവ സ്ഥലത്ത് നിന്ന് വിമാനത്തിൻ്റെയും
ഈ പൊളിഞ്ഞു വേണ്ടിയിട്ടുള്ള കെട്ടിടത്തിന്റെ അവശിഷ്ടങ്ങൾ മാറ്റുന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഇനി രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, ആശുപത്രിയുമായി ബന്ധപ്പെട്ട് പരിക്കേറ്റവരേക്ക് മികച്ച ചികിത്സ ഉറപ്പാക്കുകയും മരണപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞ് ബന്ധുക്കൾക്ക് കൈമാറ്റുന്ന ആശുപത്രിയുമായി ബന്ധപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ അപകടം എങ്ങനെ നടന്നു, അതിൽ എന്താണ് അതിന് കാരണമായത് എന്ന് സംബന്ധിച്ച അന്വേഷണം. ആ രണ്ട് കാര്യങ്ങളുമാണ് ഇപ്പോൾ അപകടവുമായി ബന്ധപ്പെട്ട് മുൻപോട്ട് പോകുന്നത്. രോഹിണി, അതോടൊപ്പം തന്നെ ജിഷ്ണു, നമുക്കറിയാം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേരുകയാണ്. ഒരുപക്ഷെ ഈ യോഗ ശേഷം ചില കാര്യങ്ങൾ സർക്കാർ തലത്തിൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനുള്ള സാധ്യതകൾ കാണുന്നുണ്ടോ? മരണക്കണക്കുകൾ, അതോടൊപ്പം തന്നെ ഈ മൃതദേഹങ്ങൾ കൈമാറുന്നതുമായി ബന്ധപ്പെട്ട മറ്റ് വിവരങ്ങൾ, ഇവർക്ക് നൽകുന്ന ധനസഹായം, ഇതടക്കമുള്ള ചില ഔദ്യോഗിക കാര്യങ്ങളിലേക്ക് കൂടി കടക്കും വരും മണിക്കൂറുകൾ എന്ന് പ്രതീക്ഷിക്കാമോ? രോഹിണി, തീർച്ചയായും അത്തരത്തിലുള്ള സ്ഥിരീകരണങ്ങളും പ്രതികരണങ്ങളും സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് ഈ വരും മണിക്കൂറുകളിൽ ഉണ്ടാകും. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ രക്ഷാദൗത്യം പൂർത്തിയായിട്ടുണ്ട്. ഈ അപകട സ്ഥലത്ത് നിന്ന് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മരണസംഖ്യ സംബന്ധിച്ചും പരിക്കേറ്റവരുടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ സംബന്ധിച്ചും ഒപ്പം രക്ഷാദൗത്യത്തിന് കൂടുതൽ വിശദാംശങ്ങളും അപകടവുമായി ബന്ധപ്പെട്ട് കൂടുതൽ പരിശോധന നടത്തി നിലവിൽ പറയാൻ സാധിക്കുന്ന വിവരങ്ങളുണ്ടെങ്കിൽ അതുമെല്ലാം തന്നെ കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ടും വ്യോമയാന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടും ഗുജറാത്ത് സർക്കാരുമായി ബന്ധപ്പെട്ടും വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകും എന്നാണ് മനസ്സിലാക്കുന്നത്. നിലവിൽ ഇതിനോടകം തന്നെ ഈ സിവിൽ ആശുപത്രിയിൽ നിന്ന്, മോർച്ചറിയിൽ നിന്ന് ഈ തിരിച്ചറിഞ്ഞിട്ടുള്ള മൃതദേഹങ്ങൾ എത്തിയിട്ടുള്ള ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ബ്ലഡ് റിലേഷനിലുള്ള ബന്ധുക്കൾ എത്തി കൃത്യമായിട്ടുള്ള രേഖകൾ, ബ്ലഡ് സാമ്പിളുകൾ നൽകുകയും അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുകയും ചെയ്യുന്ന മുറയ്ക്കാണ് മൃതദേഹങ്ങൾ വിട്ടു നൽകുന്നത്. അത്തരം നടപടികൾ പുരോഗമിക്കുകയാണ്. ഏതായാലും രാജ്യത്തെ നടുക്കിയ വിമാനാപകടത്തിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആ അപകട സ്ഥലത്ത് നടന്നിട്ടുള്ള രക്ഷാദൗത്യം പൂർത്തിയായിരിക്കുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേന ആ പരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ അവിടെ നിന്ന് ആ വിമാനത്തിൻ്റെയും ഒപ്പം ഈ കെട്ടിടത്തിൻ്റെയും അവശിഷ്ടങ്ങൾ ഈ മേഖലയിൽ നിന്ന് മാറ്റാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർ സിവിൽ ആശുപത്രിയിലാണ് ചികിത്സയിലുള്ളത്. അതിൽ 20 പേരുടെ നില അതീവ ഗുരുതരമാണെന്ന് രാവിലെ ആശുപത്രി അധികൃതർ അറിയിച്ചിരുന്നു. അവരുടെ നിലവിലെ സ്ഥിതിഗതികൾ അറിയേണ്ടതുണ്ട്. മരണസംഖ്യ സംബന്ധിച്ചൊരു കൃത്യമായ കണക്ക് ഔദ്യോഗികമായി ലഭിച്ചില്ലെങ്കിലും 290ഓളം മരണം ഈ അപകടത്തിൽ, 241 പേർ വിമാനത്തിലുള്ളതും ബാക്കി ഈ BJ മെഡിക്കൽ കോളേജിൻ്റെയും ഈ കെട്ടിടത്തിനകത്തും അതിന് സമീപത്തും അതിൻ്റെ ഭക്ഷണശാലയിലും അതിൻ്റെ പുറത്തുമായുള്ള പ്രദേശവാസികൾ, മെഡിക്കൽ വിദ്യാർത്ഥികൾ, ഡോക്ടർമാർ ഉൾപ്പെടെയുള്ളവരും ഈ അപകടത്തിൽ മരിച്ചിട്ടുണ്ട്. അത്തരത്തിലാണ് 290ഓളം മരണം ഉണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത്. ആ മരിച്ചവരുടെ മൃതദേഹങ്ങൾ ഈ തിരിച്ചറിഞ്ഞുകൊണ്ട് വിട്ടുകൊടുക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംഭവ സ്ഥലത്തെത്തി, ആശുപത്രിയിലെത്തി, ഉന്നതതല യോഗം ചേർന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തിയിട്ടുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് തീർച്ചയായും കൃത്യമായിട്ടുള്ള ഇടപെടലുകൾ ഉണ്ടാവുകയാണ്. ഇപ്പോൾ സംഭവ സ്ഥലത്ത് നിന്നുള്ള ഈ നടപടികൾ, രക്ഷാദൗത്യം ഉൾപ്പെടെയുള്ള നടപടികൾ പൂർത്തിയാക്കി വിവിധ ഏജൻസികൾ മടങ്ങുകയാണ്. രോഹിണി.